ബൈക്കിലെത്തി സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിയെ മർദ്ദിച്ച് മാല പൊട്ടിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ പിടികൂടി. കൃഷ്ണപുരം കാപ്പിൽ സ്വദേശിനിയായ യുവതിയുടെ കഴുത്തിൽ കിടന്ന 1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുക്കുവാൻ ശ്രമിച്ച കേസിലാണ് കുപ്രസിദ്ധ മോഷ്ടാക്കളായ കൊല്ലം ഇരവിപുരം വാളത്തുങ്കൽ പെരുമാൻതൊടി അൽത്താഫ് മൻസിലിൽ മെന്റലപ്പു എന്ന് വിളിക്കുന്ന അൽത്താഫ്, ഇരവിപുരം വടക്കേവിള മണക്കാട് ന്യൂ നഗറിൽ തൊടിയിൽ വീട്ടിൽ തൗഫിക് എന്നിവരെ കായംകുളം പോലീസ് ഇരവിപുരത്തു നിന്നും പിടികൂടിയത്. കഴിഞ്ഞ 5-ന് രാവിലെ 6:15 കരിയിലക്കുളങ്ങര സ്പിന്നിംഗ് മില്ലിലെ ജീവനക്കാരിയായ യുവതി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ പ്രതികൾ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കിൽ പിന്തുടരുകയും കായംകുളം സെന്റ് മേരീസ് സ്കൂളിന് സമീപം വെച്ച് മാല പൊട്ടിക്കുവാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. യുവതിയെ കൈകൊണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷം മാലയിൽ പിടിച്ചതോടെ മാല കൊളുത്തിളകി യുവതിയുടെ വസ്ത്രത്തിലേക്ക് വീഴുകയായിരുന്നു. അടിയേറ്റ് യുവതി സ്കൂട്ടർ മറിഞ്ഞ് താഴെ വീഴുന്നത് കണ്ട നാട്ടുകാർ ഓടിയെടുത്തപ്പോഴേക്കും പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു. യുവതിക്ക് മർദ്ദനത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. 4 ദിവസം കൊണ്ട് കായംകുളം മുതൽ കൊല്ലം വരെ 250ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ തിരിച്ചറിഞ്ഞതെന്നും പോലീസ് പറഞ്ഞു. പ്രതികൾ നിരവധി ക്രിമിനൽ കേസുകളിലും പെട്ടവരാണ്. കായംകുളത്ത് മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അമ്പലപ്പുഴയിൽ നിന്നും ഒരാളുടെ മൊബൈൽ ഫോൺ പ്രതികൾ മോഷ്ടിച്ചിരുന്നുവെന്നും അതും കണ്ടെത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. മോഷണം, അക്രമം, മയക്കുമരുന്ന് വിപണനം തുടങ്ങി നിരവധി കേസുകളിൽ ഇവർ പ്രതികളാണെന്നും പോലീസ് പറഞ്ഞു. ആലപ്പുഴ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പങ്കജാക്ഷൻ, കായംകുളം ഡിവൈഎസ്പി ബിനുകുമാർ എന്നിവരുടെ മേൽനോട്ടത്തിൽ കായംകുളം CA അരുൺ ഷാ, SI പ്രേംജിത് കുമാർ, പോലീസുകാരായ അഖിൽ മുരളി, നിഷാദ്, അരുൺ, അതുല്യമോൾ, ആലപ്പുഴ നാർക്കോട്ടിക് സെല്ലിലെ പോലീസുകാരായ ഇയാസ്, മണിക്കുട്ടൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. CDNet ന്യൂസ്, കായംകുളം.